നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിജെപി സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പിതാവ് എയർ കമഡോർ മാങ്ങാട്ടിൽ കാരക്കാട് ചന്ദ്രശേഖർ അന്തരിച്ചിരിക്കുന്നു. ബംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. അതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. 93 വയസ്സാണ് പ്രായം. 1954 ഇന്ത്യൻ വ്യോമസേനയിൽ പ്രവേശിച്ച MK ചന്ദ്രശേഖർ എയർ കമാൻഡറായി 1986 വിരമിച്ചു. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. ആനന്ദവല്ലിയാണ് ഭാര്യ. മകൾ ഡോക്ടർ ദയാമോഹൻ USA-ലാണ്. മരുമക്കൾ അഞ്ജു ചന്ദ്രശേഖർ, അനിൽ മേനോൻ USA-ലാണ്. സംസ്കാരം പിന്നീടാണ്. ബംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ബംഗളൂരു കൽപ്പള്ളി വൈദ്യുതി ശ്മശാനത്തിലാണ് നടക്കുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. 1954 ഇന്ത്യൻ വ്യോമസേനയിൽ അദ്ദേഹം പ്രവേശിച്ചത്. പിന്നീട് 1986 എയർ കമഡോറായി അദ്ദേഹം വിരമിച്ചത്. ശേഷം ബംഗളൂരിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. തൃശൂർ ദേശമംഗലം സ്വദേശിയാണ്. വ്യോമസേനയിൽ 11 മണിക്കൂറിലധികം വിമാനം പറപ്പിച്ച വൈമാനികനാണ് അദ്ദേഹം. വിശിഷ്ട സേവാ മെഡൽ അടക്കം നിരവധി ബഹുമതികളും നേടിയിട്ടുണ്ട്. രാജേഷ് പൈലറ്റ് അടക്കമുള്ള പ്രമുഖരുടെ പരിശീലകനുമായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ അടക്കം കേരള രാഷ്ട്രീയത്തിൽ സജീവമായ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളിലും അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം എന്നൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് പിതാവിന്റെ മരണം സംഭവിക്കുന്നത്.